കൊച്ചിയിലെ സെന്റ് റീത്താസ് ഹൈസ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിഷയം ഒരു ഹിജാബാണ്. ഹിജാബ് ഇട്ടിട്ട് വന്നുള്ള ഒരു വിദ്യാർത്ഥിനിയെ അവര് ക്ലാസ്സിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് രക്ഷിതാവുമായിട്ട് തമ്മിലുള്ള വിഷയങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം അതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യം. ഏത് സ്കൂളിലും ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം ഐഡന്റിറ്റിയുള്ള ഒരു കുട്ടി അവര് ഹിജാബ് ധരിച്ചിട്ട് സ്കൂളുകളിൽ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നോക്കൂ, ഈ ഫോട്ടോയിലുള്ള ഒരു സ്ത്രീ, കന്യാസ്ത്രീ, അവരിന്ന് മാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുന്നു. ഭയങ്കര ഭീകരവൽക്കരിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. എന്തൊരു വിരോധാഭാസമാണ്. അവരുടെ തലയിൽ എന്താണ് ഇരിക്കുന്നത്? ഈ രാജ്യത്തെ അവരനുശാസിക്കുന്ന മതം പറഞ്ഞിരിക്കുന്ന വസ്ത്രം, അവർക്കത് ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം പൂർണ്ണമായിട്ടുള്ളപ്പോ ഒരു ഹിജാബിനെ ഒരു ഭയക്കുവാണ്. അതിന്റെ താഴത്ത് വന്ന കമന്റുകൾ കാണാം സംഘപരിവാറിന്റെ. മുഖം മൂടുന്ന ഇതൊന്നും ഇന്ത്യയിൽ അനുവദിക്കില്ല, വേറെ വല്ല സ്ഥലത്ത് പോയിക്കോ. എടാ വെടലകളെ, ഒരു മുസ്ലിം ഐഡന്റിറ്റി കാണുമ്പോൾ ഓടി വന്നിട്ട് ഈ ചാർക്കുന്ന പോലെ വിളിച്ചു പറയുന്നില്ല. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഹിജാബ് തല മറക്കുന്ന വസ്ത്രമാണ്, മുഖം മറക്കുന്ന വസ്ത്രമല്ല. നിക്കാബിന് വേണ്ടിയിട്ടല്ല ആ രക്ഷിതാവ് വാദിച്ചത്, സംസാരിച്ചത് ഹിജാബിന് വേണ്ടിയിട്ടാണ്. അത് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യ അവകാശമാണ്. സ്വന്തം മതം അനുശാസിക്കുന്ന ഡ്രസ് കോഡ് ഇട്ടിട്ട് ഒരു കന്യാസ്ത്രീ അടക്കമുള്ള ഒരു മാനേജ്മെന്റ് പറയാണ് മറ്റുള്ളവരോട് ഹിജാബ്. എന്താ ഹിജാബ് ഇവരെ പിടിച്ച് കടിച്ചോ? ഇതേ ആളുകളാണ് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സംഘപരിവാറിന്റെ അടി വാങ്ങിയിരുന്നത്, അതും മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് കേരളം ഇവർക്കൊപ്പം ഒരുമിച്ച് നിന്നതാണ്. മുസ്ലിം സമുദായം വിശിഷ്യ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നതാണ് സംഘപരിവാറിന്റെ അക്രമങ്ങളിൽ നിന്ന്. എന്നിട്ട് അവരുടെ തനി നിറം പുറത്താക്കുകയാണ്. ശരിക്കും ഇവര് ഈ നാടിനെ കുട്ടിച്ചോറാക്കുകയാണ്.